ഹരേ കൃഷ്ണ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ നടന്ന ദിവസമാണ്. ഒന്ന്, വയ്യാതിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഭഗവാന്റെ ആടിയ എണ്ണ കൊണ്ടു കൊടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷം. രണ്ടാമത്തെ സന്തോഷം, അഷ്ടമി രോഹിണി ദിവസം ഭഗവാന് ഉണ്ണിയപ്പം സമർപ്പിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ. അന്നേ ദിവസം ഭഗവാന്റെ പിറന്നാൾ സദ്യയും കഴിച്ചു. പക്ഷേ പോയപ്പോഴേ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യമാണ് ആ സുഹൃത്തിന് വേണ്ടിയിട്ട് ആടിയ എണ്ണ ഗുരുവായൂരിന്ന് വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷെ ആ തിരക്കിൽ എനിക്കത് പറ്റിയില്ല. അതുപോലെ തന്നെ അപ്പം നിവേദ്യം, അത് അത്താഴപൂജയ്ക്ക് ശേഷമാണല്ലോ, അത് മേടിക്കാനും എനിക്ക് പറ്റിയില്ല. ഈ തിരക്ക് കാരണം കൊണ്ട് അകത്ത് കയറി ഭഗവാനെ ഒന്ന് കാണാനും സാധിച്ചില്ല. ശീവേലി കാണാൻ കയറിയിട്ട് ആനയുടെ പിന്നിൽ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഭഗവാനെ ഒന്ന് മുന്നിൽ നിന്ന് കാണാൻ അതും സാധിച്ചില്ല. വീട്ടിൽ വന്നിട്ട് ആകെ വിഷമം. ഇതിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം പോയ പോലെ ആയല്ലോ എന്നൊരു തോന്നല്. ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ആടി എണ്ണ കൊണ്ടുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആള് ക്ഷേത്രത്തിൽ എപ്പോഴും പോകുന്ന ആളാണ്. എൻ്റെ അടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോകുന്നുണ്ട്, വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ഒരു റിപ്ലൈ ഉണ്ടായില്ല. അതൊന്ന് തുറന്നു പോലും നോക്കിയിട്ടുണ്ടായില്ല. അപ്പം ആ പ്രതീക്ഷ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. പക്ഷെ അന്ന് രാത്രി ആൾ എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭഗവാന്റെ ആടി എണ്ണ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, രാവിലെ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ആളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു പേപ്പർ ബാഗായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതിൽ ആടി എണ്ണ മാത്രമല്ല ഭഗവാന്റെ കുറച്ച് പ്രസാദങ്ങളും ഉണ്ടെന്ന്. തുറന്നു നോക്കിയപ്പോൾ അഷ്ടമി രോഹിണിയുടെ അന്നത്തെ അപ്പം നിവേദ്യം, അവല്, കദളിപ്പഴം, ആടിയെണ്ണ. ഇത് കണ്ടതും സന്തോഷം കൊണ്ട് എനിക്ക് മതിമറന്ന അവസ്ഥയായിരുന്നു. എന്തുകൊണ്ടെന്നാ, ഇത്രയും വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ കൊടുത്ത ഉണ്ണിയപ്പം ഭഗവാൻ സ്വീകരിച്ചോ, അതിഷ്ടമായോ, അതെങ്ങനെയപ്പം ഞാനൊന്ന് അറിയാം, എങ്ങനെയുള്ള ചിന്തകളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പതാ പുറകെ ആളുടെ ഭാര്യ കയ്യിൽ കതിരുമായിട്ട് വരുന്നു. നിറപുത്തരിയുടെ അന്ന് ഗുരുവായൂർ പൂജിച്ച കതിര്. ഈശ്വരാ, അതെൻ്റെ കയ്യിലേക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ പോലും ഞാൻ അറിയാതെ നിറഞ്ഞുപോയി. ഞാനത് വാങ്ങി ഭഗവാനെ സ്മരിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്താണ് തിരിച്ച് വീട്ടിലെത്തിയത്. കാരണം നിറപുത്തരിക്ക് പോകാനിരുന്നിട്ട് എനിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് കാരണം കൊണ്ട് അതും നടന്നില്ലായിരുന്നു. എല്ലാം മനസ്സിൽ നിന്ന് അറിഞ്ഞ പോലെ ഭഗവാൻ എനിക്കായിട്ട് കൊടുത്തയച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അത്രമാത്രം എനിക്ക് സന്തോഷം തോന്നിയൊരു ദിവസം. ഹരേ കൃഷ്ണ.